ഹലോ ഗായ്സ്, ഗുഡ് നൈറ്റ് ആണോ ഗുഡ് മോർണിംഗ്? ഗുഡ് നൈറ്റ് ആണ്. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കണതാണ്. ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ഇങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഴയതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് ഒരു വീഡിയോ ഇത് കുറച്ച് നാളായി എടുത്തിട്ട്, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി. കാരണം അത് ഫുൾ വീഡിയോ ഒന്നുമില്ല, ഒത്തിരി ഫുള്ള് തോന്നില്ല, അത്യാവശ്യം ഇച്ചിരി ഉള്ളൂ. പക്ഷെ അത് എന്താ അവിടെ കിടക്കട്ടെ, അവൻ വലുതൊക്കെ കഴിയുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണ്. എൻ്റെ ചേച്ചിയുടെ മോൻ അൻഷിത് കൃഷ്ണ, അവൻ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ വന്നപ്പോൾ ഞാനൊരു ഡെയിൻ അന്ന് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ആരില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വെച്ച് വെറുതെ വീഡിയോ ചെറുതായിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് അത്, കൂടുതലൊന്നുമില്ല, നൈറ്റ് വരെ എത്തിക്കണം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാനും പറ്റില്ല, എന്താ പറയുക, ഒരു ചെറിയൊരു വീഡിയോ. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാനത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോഴാണ് കാണുന്നത്, ഇത് ഏകദേശം ഒരു രാത്രി 9-10 മണിയായിട്ടുണ്ടാവും. ഞാനത് കണ്ടപ്പോൾ ഇൻട്രോ എടുത്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം ഗൈസ്, അത് ഫുള്ളും കാണണം. കണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് കമൻറ്റൊക്കെ ചെയ്യണം. അതിനകത്ത് എനിക്കത് ഇപ്പോഴും കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ടിട്ടൊരു എന്താ, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണാമല്ലോ ഫ്യൂച്ചറിൽ, അവന് കാണുമല്ലോ എന്ന് മാത്രം ഓർത്ത് ഞാൻ ഇടുന്നു ഗൈസ്. എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നു. നിങ്ങളത് ഫുള്ളും കാണണം. കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഫുള്ളും കണ്ടിട്ട് വാ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ അവനൊരു 11-12 മണിയായപ്പോൾ ഞാൻ അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ളൊരു തത്രപ്പാടില്ല ഗൈസ്. അവനുള്ളപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കിടക്കണം, ഹാളിൽ സോഫ ഇട്ടിട്ട്. അപ്പോൾ അവനാണെങ്കിൽ എണീക്കളെ, ഞാൻ കുറേ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എണീറ്റ്, അവൻ എന്നിട്ട് ഞാൻ എണീറ്റ് മുഖമെല്ലാം കഴുകി ഒരു ചെറു പുഞ്ചിരിയൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ഗൈസ്. എന്നിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് എന്നാ പറഞ്ഞത്. ഇപ്പം പിന്നെ എൻ്റെ ബ്രഷ് കണ്ടോ ഗൈസ്, ഈ ബ്രഷ് യൂസ് ചെയ്യണം എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ബ്രഷ് ഇഷ്ടം, അതും റെഡ് കളർ. അതിനാ തേച്ചൊരു വഴിയായി, പേസ്റ്റൊക്കെ തീരാറായി. അങ്ങനെ പേസ്റ്റൊക്കെ നെക്കിയെടുത്ത് പല്ലേക്കാൻ പോകുവാണ് ഗൈസ്. പല്ലേച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പല്ലെല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ എന്താ കുറേ പാത്രങ്ങളുണ്ട് ഗൈസ് കഴുകാൻ വേണ്ടി. ഈ രാവിലെ എണീക്കുമ്പോൾ പാത്രം കഴുകാനൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ആരോടും പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം വന്ന് നിന്ന് വണ്ടി, ഇത് ഗൈസിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഇതെല്ലാ ദിവസവും കണ്ടില്ലേ എനിക്ക് ഉറക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഇത് കണ്ടിട്ട് പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ വണ്ടിയൊക്കെ കുറച്ച് നേരം അതിനെ കുറേ നേരം കളിപ്പിച്ചൊക്കെ ഇരുന്ന്, അപ്പോഴും അവൻ എണീറ്റിട്ടില്ല കേട്ടോ ഗൈസ്. കുറേ നേരം കഴിഞ്ഞ് അതൊക്കെ വണ്ടിയൊക്കെ നോക്കി ഒന്ന് കുളിപ്പിക്കണം വണ്ടീൻ്റെ. അതൊക്കെ കഴിയുമ്പോൾ ഇതേ ഒരാൾ എണീറ്റ് വന്നേക്കണ് ഗൈസ്. പുള്ളിക്കാരന് കഴിഞ്ഞാൽ അടുത്തത് ഡ്രസ്സ് ഇടിക്കലാണ് എൻ്റെ ചടങ്ങ്. തുണിയിലാണ്ടാണ് കിടന്നുറങ്ങാറ് ഗൈസ്. അങ്ങനെ അവന് ഡ്രസ്സ് ഇടിക്കാൻ പോവാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുന്നത് അവൻ എന്ത് ചെയ്താൽ ഈ ബ്ലൂ കളറിലെ ടീഷർട്ടും ഒരു നിക്കറും ഉണ്ട്, അത് മാത്രമേ ഇടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഞാനായിട്ട് കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഗൈസ്. എന്നിട്ട് അവൻ എന്നെ കളിയാക്കുവാണ്ട് ഈ ടീഷർട്ട് ഇടാൻ നേരത്തില്ലേ കണ്ട, അവൻ്റെ കൈ കറക്റ്റ് കൈ കൂടെ വരില്ല. അപ്പോൾ അവനെ കളിയാക്കണം, ഈ ചിറ്റക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിരി നോക്കുക ഗൈസ്. എന്നെ കളിയാക്കിയിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഡ്രസ്സൊക്കെ ഒരു വിധത്തിൽ ഞാൻ ഇടിയിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനോട് പറയണം ഹലോ ഗൈസ് എന്ന് പറയാൻ പറഞ്ഞിട്ട് അവൻ പറയണം. അത് കഴിഞ്ഞപ്പോൾ അവനെ പല്ലേക്കാൻ കൊണ്ടുപോകണാണ് ഗൈസ്. പല്ലേക്കാൻ പോവാണെന്ന് പറയാടാന്ന് പറഞ്ഞിട്ട് അവൻ ഇല്ല ഞാൻ പറയൂലെന്ന്. അങ്ങനെ അവനെ കുറച്ച് നേരം എടുത്ത് കളിച്ച്, അവനാണ് എന്ത് ചെയ്താൽ വരില്ല, പല്ലേക്കാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പല്ലേച്ച് കഴിഞ്ഞാൽ അവന് ഫുഡ് കഴിക്കണത് അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് പല്ലേക്കണതും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ചില സമയത്ത് ഇവനെ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഞെരിക്കാൻ തോന്നും. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്രേവിങ്സ് ഉണ്ടോയെന്ന് പറയണം. എനിക്കിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കാനേ തോന്നും. അവൻ എന്നിട്ട് ഓടി വന്നിട്ട് അവിടെ ആ ബെഡിലിരുന്ന്, ഞാൻ തൊട്ടപ്പോഴേക്കും അവനവിടെ കിടന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അവനെ വിളിച്ചിട്ട് അവനാ വന്നതേ ഇല്ല. വാടാ കുറേ വിളിച്ചു, വാടാ ഞാൻ കൈ പിടിച്ചൊക്കെ വലിച്ചു. എന്നിട്ട് അവൻ വന്നില്ല. അവന് കിടന്നാൽ മതി, അവന് പല്ലേക്കണ്ടെന്നൊക്കെയാണ് അവൻ പറയണത്. നേരം കിടന്ന് വിളിച്ച് ലാസ്റ്റ് അവനെ ഞാൻ പിടിച്ച് വലിച്ചു ഗൈസ്. വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും ഒച്ചപ്പാടുണ്ടാക്കി അവൻ്റെ കാല് കൊണ്ട് വെള്ളം മറിഞ്ഞ് വീണു ഗൈസ്. എനിക്ക് ഇരട്ടിപ്പണി.
അത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം മറിഞ്ഞ് വീണത് എനിക്കത് ക്ലീൻ ചെയ്ത് തന്നു. ചിറ്റനെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അവൻ ആ വെള്ളമൊക്കെ എടുത്ത് വെച്ച് അതിലും കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയി പല്ലേപ്പിച്ച് ഗൈസ്. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എത്തി നോക്കുവാണ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുവാണെന്ന് പറയുന്നു. എന്തെങ്കിലും പറയുമ്പോൾ ഇച്ചിരി കൊഞ്ചിൽ കൂടുതലാണ്, അത്ര ഉള്ളു ഗൈസ്. അത് കഴിഞ്ഞ് ഞാനൊരു പാല് കുടിപ്പിക്കാൻ പോലെയാണ് ഗൈസ് അവനെ. അപ്പോൾ അവന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് അവൻ കുടിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ ക്ലാസ്സിൽ പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ കുടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുക ഗൈസ്, ഇതേമാരെ പാല് കുടിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എന്ന് പറയണേണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ കഴിച്ചോളും ഗൈസ്. അങ്ങനെ പാലൊക്കെ ഞാൻ കൊടുത്ത് ഫുള്ളും കുടിച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൽ ഇടാമെന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് അവനെ കൊണ്ട് ഫുള്ളും കുടിപ്പിച്ച് അവനെന്നിട്ട് നോക്കിയിരുന്ന് ചിരിക്കണമൊക്കെ. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ അവനെ കൊണ്ട് ഫുഡ് കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മുഖമൊക്കെ കഴുകി ഞങ്ങൾ ചില്ലാവാൻ പോവുകയാണ്. ഞങ്ങളുടെ ഇനി പ്ലേ ടൈമാണ് ഗൈസ്, കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവൻ എന്തൊക്കെയാണ് പറയേണ്ടത് ഇതിനകത്ത്, എനിക്കെന്താ പറയണേന്ന് എനിക്ക് മനസ്സിലാവണം പറയണത്. അവൻ എൻ്റെ മുഖത്തെ കുരുവൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് എനിക്ക് അവനൊരു ഉമ്മ തന്നെയുണ്ട് ഗൈസ്. അങ്ങനെ സാധാരണ ആർക്കും അവന് ഉമ്മ കൊടുക്കാത്തതാണ്. പിന്നെ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രമല്ല സ്നേഹിക്കാനുള്ളതെന്ന് ഓർത്ത് തന്നെയാണ് രണ്ട് ഉമ്മയൊക്കെ തന്നവൻ. എനിക്ക് പിള്ളേരെ കാണുമ്പോൾ ഇങ്ങനെ പിച്ചാനൊക്കെ തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം തറവാട്ടിൽ പോയിരുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് അങ്ങനെ അത്ര എടുത്തിട്ടുള്ളൂ. ഇത്ര ഉള്ളു വീഡിയോ. അപ്പോൾ ബൈ ബൈ.